അസ്സലാമു അലൈക്കും. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനൽ പോയതും അത് തിരിച്ച് കിട്ടിയതും പിന്നെ നാട്ടിൽ പോകുന്ന ഷോപ്പിംഗ്, പാക്കിംഗ്, ട്രാവൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അന്ന് ഞാൻ ലാൻഡ് ചെയ്തത് ബാംഗ്ലൂർ എയർപോർട്ടിലായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കണ്ണൂർ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. വേഗം പുറത്തിറങ്ങുക, ലഗേജ് എടുക്കുക, പുറത്തിറങ്ങുക, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണൂർ നമ്മളെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി ലഗേജൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഫ്രഷായിട്ട് നേരെ തലശ്ശേരി ഹസിൻ്റെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ അവിടെ മരുവോളം മംഗലം പ്രമാണിച്ചിട്ട് എന്താ പറയുക, ആളും ബഹളമൊക്കെ ആയിരുന്നു. ഒരു മംഗലപ്പുര വൈബായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവരെയും കുറേ നാൾ കൂടി കണ്ട ഒരു ചിരിയും കളിയും വർത്താനവും ഒക്കെ തന്നെയും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ശരിക്കും കുറേ വീഡിയോ എടുക്കാനെല്ലാം മറന്നു പോയിന്. ഫോൺ പോലും നോക്കാൻ ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ ചായയും കടിയെല്ലാം കുടിച്ച് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങി ചായ എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് കണ്ടാലും ഒരു ആംബിയൻസ് നോക്കി പോകുമല്ലോ. അങ്ങനെ എല്ലാവരുമായിട്ട് വർത്താനെല്ലാം പറഞ്ഞ് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഒന്ന് ടൗണിൽ ഇറങ്ങി മരുവൻ്റെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇതാ വഫേഴ്സും ജ്യൂസൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഈ വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എഡിറ്റ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ കുറേ ഇടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്താണ് വോയിസ് ഉള്ളത് ഒന്നുപോലും എനിക്ക് നോക്കാനും എന്താ പറയുക എഡിറ്റ് ചെയ്യാനെല്ലാം ഭയങ്കര മടിയുണ്ട്. അതിനേക്കാളേറെ എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ കുറേ നാൾ ആ ഒരു ടച്ച് വിട്ടുപോയല്ലോ, അതിൻ്റെ ഒരു ചമ്മലും മടിയൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതൊന്നും ഞാൻ പിന്നെ എനിക്ക് ചാനലിൽ ഇടാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടൊന്നല്ല എടുത്തത്. അന്ന് ഞാൻ ചുമ്മാ എന്തിനോ വെറുതെ അങ്ങനെ എടുത്തു വെച്ചു. ഒരു ബാക്കപ്പ് ചാനലുണ്ട്, അതിൽ ഇട്ട് നോക്കാം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട്. ചാനൽ തിരിച്ചു കിട്ടുമെന്നൊന്നും അന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഇതാ ടൗണിൽ നിന്നെല്ലാം ഒന്ന് കറങ്ങി പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു മാസമാണ് അവിടെ വന്നിട്ടുള്ളതെങ്കിലും പിന്നെ കിച്ചണൊന്നും അങ്ങനെ തുറന്നിട്ടില്ല. ഒന്നും സാധനം വാങ്ങിയാൽ സെറ്റാക്കി ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് പോവുക, ഉറങ്ങുക. ഫുഡെല്ലാം അധികം പുറത്തുനിന്നും പിന്നെ ഹസിൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കൂടുതലും. അപ്പോൾ പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കാനുള്ള എന്താ പറയുക ചായയും അങ്ങനെയായിട്ട് ആക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ചെറിയ ചെറിയ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വന്നതേനും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ ഹസിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കണ്ണൂർ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതന്നെ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ എടുത്തു വെച്ച കുറേ എന്താ പറയുക ക്ലിപ്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് എടുത്തേനെ. ഇതിപ്പോൾ ഇത് രാവിലെ എൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മളിത് ഒരു ചായ എല്ലാം ഉണ്ടാക്കി കുടിച്ച് പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ വീട്ടിൽ കുറേ നാൾ കൂടി വന്നല്ലേ, അങ്ങനെ വീടെല്ലാം ഒന്ന് കണ്ട് പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക, ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെച്ച് പിന്നെ കുറേ അയൺ ചെയ്യാനുണ്ടാവും. പിന്നെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ നോക്കി വെക്കുക, അങ്ങനെ എന്താ പറയുക എല്ലാം ഒന്ന് സെറ്റാക്കുക, അങ്ങനത്തെ കുറേ പണിയെല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ വീട്ടിൽ അധികം നിൽക്കാത്തതുകൊണ്ട് കുക്കിങ്ങും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ കിച്ചണിലെ പണിയൊന്നും അധികം ഇല്ലായിരുന്നു. പിന്നെ വീടെല്ലാം ഇതാ ഒന്ന് ചുറ്റി മുറ്റത്തൊക്കെ ഇറങ്ങി ചെടിയെല്ലാം നോക്കി കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് പിന്നെ ആ സമയത്ത് എന്തോ ഇലക്ഷൻ്റെ ഒരു തിരക്കും ബഹളമൊക്കെ ഉണ്ടാവും, പുറത്തുങ്ങൾ കേൾക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് അങ്ങനെ ചായ മാത്രമേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ എണീച്ച ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ അല്ലേ. അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓളെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഓക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു ഇതെല്ലാം. പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഡിസംബറിൽ അങ്ങനെ കൂടണം എന്നൊക്കെ ഉണ്ട് വീട്ടിൽ കൂടൽ. അപ്പോൾ ഇത് അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് വന്ന് തിരിച്ചെൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ഗ്രേപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പതപ്പിച്ചിട്ട് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാം കുറച്ച് റീൽസിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. അങ്ങനെ ഗ്രേപ്സ് എല്ലാം ഒന്ന് പതപ്പിച്ച് അത് ചൂടെല്ലാം ഒന്ന് മാറിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മംഗലപുരക്ക് പോക്ക് തന്നെയായിരിക്കും. ഇനി അങ്ങോട്ട് പോകുന്നവരെ ഡെയിലി അവിടെ പോവുക, തിരിച്ചു വരിക, കണ്ണൂർ, തലശ്ശേരി അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അവിടെയും കുറേ ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ ഒരു മംഗലപുര തിരക്കും എന്താ പറയുക ബഹളമൊക്കെ തന്നെയാണ്.
പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ പിന്നെ മേലെ കയറി കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെച്ച് ബുർക്കയും ഇതുമെല്ലാം പിന്നെ ഇന്ന് പോകുമ്പിടാനുള്ളതെല്ലാം ഒന്ന് നോക്കി. പിന്നെ അയൺ ചെയ്യാനെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് അതെല്ലാം പിന്നെ എന്താ പറയുക അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം പിന്നെ ഡെയിലി ഇടുന്ന ഡ്രസ്സെല്ലാം ഉണ്ടല്ലോ, അപ്പം അത് പറ്റുന്ന പോലെ ഒന്ന് ഇസ്തിരിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ മേലെ കയറി, മേലെയാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീനും അയൺ ഇസ്തിരി ഇടുന്ന സ്ഥലവും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് മേലെ നിന്ന് ഇങ്ങനെ വിൻഡോ ഒക്കെ തുറന്നാൽ ഫുള്ള് കാഴ്ചയൊക്കെ കാണാം. പക്ഷെ എന്താ ചെയ്യുക, സമയമില്ല, എപ്പോഴും തിരക്കാണ്. വന്നു കഴിഞ്ഞാൽ വീട്ടിലൊന്നും മര്യാദയ്ക്ക് ഇരിക്കാനും ഒന്നിനും അധികം എന്താ പറയുക സമയം കിട്ടാറില്ല. വല്ലപ്പോഴും വന്ന് കുറച്ചെല്ലാം നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് അങ്ങനെ സാദാ ചോറ്, തലേന്നെല്ലാം ബിരിയാണിയും ഇതൊക്കെ തന്നെ ആയിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ചോറ് തിന്നേണ്ട ഒരു പൂതി വന്ന് അങ്ങനെ ചോറും ഒരു ലൈം ടീ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ വീണ്ടും തലശ്ശേരി തന്നെ ഹസ്സിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇനി ഡെയിലി വൈകിട്ട് എന്തായാലും ഒന്ന് അങ്ങോട്ട് ഒരു ദിവസമെങ്കിലും പോകും. അപ്പോൾ അവിടെ ഉമ്മയും എന്താ പറയുക പെങ്ങന്മാരും എല്ലാവരും ഉണ്ട്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഇതാ ചായയും കടിയും, അവിടെ എപ്പോൾ നല്ലൊരു മംഗലപ്പുര തന്നെയാണ്, മാഷാ അല്ലാ, എപ്പോഴും ആളും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതങ്ങനെ ചായയും കടിയെല്ലാം എടുത്ത് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ, മര്യാദയ്ക്കൊന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് ടൈം എനിക്ക് ഓർമ്മ വരാം, അയ്യോ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അവരാരെങ്കിലും ചോദിക്കും വീഡിയോ എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഓർമ്മ വരാം. അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് ചായ എല്ലാം കുടിച്ച് എല്ലാവരും. പിന്നെ ഇതേപോലെ തന്നെ എല്ലാവരും അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വരും, കുറേ ഇങ്ങനെ ഗസ്റ്റൊക്കെ വരും, അമ്മായിമാർ അങ്ങനെയുള്ളതായിട്ട്. ഇത് അടുത്ത പൂച്ചയായത്. പിന്നെ അവിടെ നിന്ന് ഡിന്നറെല്ലാം കഴിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഡിന്നറും എല്ലാം അവിടെ തന്നെ കേട്ടോ. പിന്നെ പുറത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ടൗണിൽ നിന്ന് ഇതാ നമ്മുടെ ഒരു ജ്യൂസ് കണ്ടിട്ടുണ്ട്. തലശ്ശേരിയുള്ളവർക്കൊക്കെ മനസ്സിലാവും, രാവിലെ വരെ അവിടെ തിരക്കായിരിക്കും. അങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീണ്ടും കണ്ണൂർ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.